ഇന്ന് ഡിസംബർ 4. ഏവർക്കും VPK ലേണിംഗ്സിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന ആനുകാലിക സംഭവങ്ങൾ നോക്കാം. ഡിസംബർ 4 ഇന്ത്യൻ നാവികസേനാ ദിനം. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്കായി ALAS AIASA സർവീസ് എന്ന പേരിൽ ആദ്യമായി തദ്ദേശീയ പ്രതിരോധ കൃത്രിമ ബുദ്ധി AI സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്ത സ്റ്റാർട്ടപ്പ് കമ്പനി ന്യൂറാലിക്സ് AI 6 ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രോജക്റ്റ് 75 ഇന്ത്യ. വാട്ടർ പോസിറ്റീവ് പദവി നേടിയ ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം IGIA. തിരുവനന്തപുരത്ത് നടക്കുന്ന 14ാമത് ഇന്ത്യ മാലിദ്വീപ് സംയുക്ത സൈനികാഭ്യാസം എക്സസൈസ് എഗുവെരിൻ. മാലിദ്വീപ് ഭാഷയായ ദിവേഹിയിൽ സുഹിത്തുക്കൾ എന്നാണ് എഗുവെരിൻ അർത്ഥം. രാജ്യത്തിന്റെ ഭൂകമ്പ ദുരന്ത സാധ്യതാ ഭൂപടം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പരിഷ്കരിച്ചപ്പോൾ പുതുതായി ഇതിൽ ഉൾപ്പെടുത്തിയത് ഹിമാലയത്തെ. ഇതോടെ അതിതീവ്ര ഭൂചലന സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സോൺ 6 ആയി. കേരളം ഭീഷണി കുറഞ്ഞ സോൺ 2ലും മുന്നിലും തുടരും. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയത്തിന് നൽകിയ പേര് സേവാ തീർത്ത്, പഴയ പേര് എക്സിക്യൂട്ടീവ് എൻക്ലേവ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പുറമെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റ്, ഇന്ത്യ ഹൗസ് എന്നിവയുടെ ഓഫീസുകളും എക്സിക്യൂട്ടീവ് എൻക്ലേവിൽ ഉൾപ്പെടുന്നു. 2025 ഡിസംബറിൽ അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റർ റോബിൻ സ്മിത്ത്. ഇനി ഇന്നലത്തെ ആനുകാലികത്തിൽ നിന്നുള്ള ചോദ്യം: 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന അമേരിക്കൻ നഗരം ഏത്? ഉത്തരം കമന്റ് ചെയ്യൂ. ഇന്നലത്തെ വിജയികൾ: റസിയ സുൽത്താന, അശ്വതി, ആരാധ്യ, യഹിയ, ഗ്രീഷ്മ, സുനിത PG. ഡെയിലി കറണ്ട് അഫയേഴ്സ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.